എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപ്പോസ്തലികമായ വലിയ ദൈവിക ശുശ്രൂഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയും ചുരുക്കി ഈശോ ഇനി എത്ര പത്രമുണ്ട്, ഇനി 16 പത്രമുണ്ടോ, ഇത് എവിടെ കൊടുക്കാനാണെന്ന് പൊട്ടിപ്പെണ്ണ നിൻ്റെ കാര്യം തീരുമാനമായി. ഇത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാമല്ലോ, അത് ഇന്ന കാര്യമൊന്നുമില്ല. നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയുന്നത്. അത് സത്യമായ കാര്യമാണ്. സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല. പൊടി ഇതൊക്കെ പൊട്ടാൻ തടയുന്നുണ്ട്, എൻ്റെ അടുത്ത് വരരുതെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല. പക്ഷെ നിൻ്റെ സ്വകാര്യമായ ഇന്നലെ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല, കാക്കനാടുന്നാ. പക്ഷെ ഇന്ന് ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം. ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉള്ളിലൊരു കൊതി. അവൾ മാതാവിനോട് എന്നിട്ട് ആ കൊതി പറയും. എന്താ കൊതി എന്ന് വെച്ചാൽ അവൾക്ക് ചൂട് ചോറ് വേണം, അച്ചിങ്ങാത്തോരൻ വേണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കേട്ടാൽ ഇതൊരു വിധം കോമഡിയായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും. ഇതാണ് സ്നേഹമെന്ന് പറയണത്. നിങ്ങൾക്കറിയാമല്ലേ, പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കെല്ലാം അറിയാം, ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും. അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പനി പിടിച്ചവർക്കും ഉണ്ടാകും ചില സമയത്ത്, ഇറച്ചിക്കറി വേണം, ചോറ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മമാർക്കിത് അറിയാം. അമ്മമാർ ആ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മ കുഞ്ഞിനോട് പറയും, ഇത് ഉവ്വ മാറട്ടെ, മുന്നേ ഇറച്ചിക്കറിയും ചോറ് തരാമെന്ന് തന്നെ പറയും. അതെന്നിട്ടല്ലേ, അത് അമ്മമാർക്ക് അവരുടെ ആ ഒരു വൈബുണ്ട്. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രസവക്കിടക്കെ കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ്, അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചിങ്ങാത്തോരനും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ആരോട്? മനസ്സിൽ പറഞ്ഞ ആരോടാണ്? അമ്മയോട്. പിന്നെ സംഭവിച്ച കാര്യമൊക്കെ കേൾക്കണം, ഞെട്ടിപ്പോവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ പോയി വാതിലെ നോക്കിയപ്പോൾ ഒരു ചേടത്തി ഒരു പൊതി കൊടുത്തിവർക്ക്. ആ പൊതിയും ചുവന്ന് എടുത്തുകൊണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്, നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും അച്ചിങ്ങത്തോരനും. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞെന്ന്. അതാണ് പ്രശ്നം. നീല സാരി കൊടുത്ത് ആൾ വന്നിരിക്കുകയാണ്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണ്. ഇതാണ് കൃപാസന അമ്മയുടെ നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം. ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ, നിങ്ങൾ ഐസയ 43 വായിച്ച് നോക്കിയേ. ഐസയ 43 ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഐസയ 43:4. അതെ അതെ. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. 5 വയസ്സുള്ളൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് വാഗ്ദാന പേടകം എന്ന് പറയണത്. ഭയപ്പെടേണ്ട. ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നലെ ആ രാജീവ് ശിവനന്ദനം പറഞ്ഞത്, ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി. ആരെങ്കിലും എന്നോട് പറഞ്ഞു കാണും, അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ, അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണത് അദ്ദേഹം. അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്നറിയാമോ? ദൈവം നമ്മളല്ല ഇനിഷ്യേറ്റീവ് എടുക്കണത്.
ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ ഇന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവോട് ഓരോ സബ്ജക്റ്റ് വൈസും ദൈവം പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ കടം കയറി, അപ്പോഴും ദൈവം പറയും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. രോഗം വന്നു, അപ്പോഴും ദൈവം പറയും എന്താണ്? 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കിടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂപം നോക്കിയാണ്. ഞാൻ കുരിശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന. ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പം തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരംഭമാക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. കൈയിടിച്ച് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ബിജോ കീശേരി എന്ന് പറഞ്ഞൊരു മകൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. അത് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ബിജോ കീശേരി എന്നെ പറഞ്ഞു വെച്ചാൽ ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അത് പറയണത്, ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും, ശ്രദ്ധിക്കും. പൈസ ഇല്ലാത്തവർ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി ഉണ്ടായിരുന്നു. ബിജോ പറയണതാണ്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി, എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റ് ചെയ്യും മനസ്സുകൊണ്ട്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചത്, എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി, എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് 40 സെൻറ്റ്, എന്നേക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട്. കൊച്ചാപ്പൻ്റെ മകന് 60 സെൻറ്റ്, എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് 2 ഏക്കർ. അപ്പോൾ എന്നേക്കാൾ മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുക്കുന്നവരെ എന്നേക്കാളും മുകളിലുള്ളവരാരാണ്, അവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായിട്ട് ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടൊരു ജീവിതമാണ് എൻ്റേത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ്, ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും, അതാണ് വിഷയം. ആ മനുഷ്യൻ്റെ ദൈവസ്നേഹം നിറഞ്ഞപ്പോഴേ എന്നേക്കാൾ താഴെയുള്ളവരെന്ന് പറയുന്നത് ആരാണ്? അതെല്ലാം ക്രിസ്തുവായിരിക്കും. മനസ്സിലായില്ലേ? നിന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ക്രിസ്തുവായിരിക്കും. ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെ ആയിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കണ്ട? അപ്പോൾ അത് എന്നേക്കാൾ താഴെയുള്ളവർ ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത്? ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു, ജഡിക സന്തതിയായിരുന്നു. അപ്പോൾ എന്നേക്കാൾ മുകളിൽ ആരുണ്ട്, അവനൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വടിയും വഴുകയും എടുത്ത് അമ്പും വില്ലും എടുത്ത് നടക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ താറി എന്ത് ചെയ്ത്, എന്നേക്കാൾ താഴെയുള്ളവർ ഞാൻ
ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി, അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അലയാൻ തുടങ്ങി. ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും. കൈയിടിച്ച് കർത്താവ് അപ്പോൾ എൻ്റെ മക്കള്, നിങ്ങൾ ഇപ്പോഴത്തെ ഈ സമീപന രീതി ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ജഡിക സന്തതിയാണെങ്കിൽ, അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, അങ്ങനെ ഓരോ കാര്യത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് തീർച്ചയായിട്ടും നടക്കും, അതല്ല പ്രശ്നം. നിങ്ങൾ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഉടമ്പടിയെ ഒരു പരീക്ഷ പാസ്സാകുന്നതും ഒരു ഇൻ്റർവ്യൂവും ഒരു സ്ഥലം വെക്കുന്നതുമായിട്ടുള്ള വിഷയമായിട്ട് ഉടമ്പടിയെ ലിമിറ്റ് ചെയ്യാം. ഉടമ്പടി അതിനുവേണ്ടി മാത്രമാണ് സ്ഥാപിച്ചതല്ല. ഉടമ്പടി എന്തിന് സ്ഥാപിച്ചതാണ്? ദൈവത്തിന് നമ്മുടെ കൂടെ കൂട്ടുവസിപ്പിന് വേണ്ടി സ്ഥാപിച്ചതാണ്. അതാണ് പറഞ്ഞത്. അതാണ് 14:23 നമ്മൾ വായിച്ചത്, യോഹന്നാൻ്റെ സുവിശേഷം. എന്താണ്? നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുവസിപ്പിന് വേണ്ടിയാണ്. ഈ കൂട്ടുവസിപ്പ് നടക്കുമ്പോഴാണ് ഈ 43:5 വർക്കൗട്ട് ചെയ്യണത് ഐസയ. ഇപ്പം 43 യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14 അതുപോലെ തന്നെ 23 നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുമ്പോൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വാസമുറപ്പിക്കുക എന്നുള്ള വിഷയത്തിനാണ് ഉടമ്പടി ദൈവിക പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം അതാണ്, ആത്യന്തികമായ ലക്ഷ്യം അതാണ്. നമ്മളതിനെ വളരെ ചെറിയ ഒരു മിനിമം പ്രോഗ്രാമായിട്ട്, വീട് കിട്ടിയില്ലല്ലോ, ജോലി കിട്ടിയില്ലല്ലോ, ലൈഫ് മിഷൻ്റെ ലോൺ കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ നാണം കെടുത്തുന്ന കുട്ടി മനുഷ്യരായിട്ട് മാറും. മനുഷ്യരാണ്, പക്ഷെ കുട്ടി മനുഷ്യരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾക്കിടെ തമ്പുരാനായിട്ട് ദൈവത്തെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഉടമ്പടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉടമ്പടിക്ക് വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. വലിയ ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഈ 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകണത്? ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്? അതിൻ്റെ മുന്നാവശ്യം എന്താണ്? നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ, അതായത് ഐസയ 43:5 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാസം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറയണത്, അല്ലേ? 15:7 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ. കണ്ടാ നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരണം, കണ്ടില്ലേ? യോഹന്നാൻ 15:7 എന്താ? വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ 6 കാര്യങ്ങളല്ല, ഇഷ്ടമുള്ളതാണ്. 60 കാര്യങ്ങളാണ്. അതാണ് ഇഷ്ടമുള്ളതെന്നാണ് പറയണത്. നിങ്ങളുടെ അഭിരുചി എന്താണ്? ഇപ്പം അതുകൊണ്ടല്ലേ എനിക്ക് ചൂടുചോറും എന്താ വേണം, അച്ചിങ്ങത്തോറും വേണമെന്ന് പറയാം. എന്താ അത് നമുക്ക് തോന്നുമ്പോൾ കോമഡിയായിട്ട് തോന്നും, പക്ഷെ അവർക്കത് കോമഡിയല്ല, അവർക്കത് കിട്ടിയില്ലെങ്കിൽ ട്രാജഡിയാണ്. അതാണ് സംഭവം. അപ്പം നമ്മുടെ മൈന്യൂട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവത്തിൻ്റെ ഈ മാനിപ്പിനെക്കുറിച്ചാണ് നമ്മൾ നീ എനിക്ക് ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ
നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത്. പിന്നെ എന്താണ്? 3:16 വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ആ യോഹന്നാൻ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വചനം 15:7 അല്ലേ? 15:7 എന്താ പറയണത്? നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും 15:7 യോഹന്നാൻ എന്നിൽ വസിക്കുകയും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി. അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും. കാര്യം ഇഷ്ടമുള്ളത് തന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ്. ഈ വചനത്തിൽ ചില ആൾക്കാർ ടെമ്പററി ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. ഇന്നലെ ഒരു ചേട്ടത്തി, ഒരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടുമില്ല, കുടിയുമില്ല, ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് കുഞ്ഞു വീടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവിടെ പെൺമക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര വീർപ്പുമുട്ടലായി. കുഞ്ഞുങ്ങളീ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി. അപ്പം മാതാവിനോട് വന്ന് പറഞ്ഞ്, എനിക്കൊരു വീട് തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ്, അപ്പം ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പോയി. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടൊക്കെ കിട്ടും. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി, അതും മാറും. ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും. അതാണ് സംഭവം. ഉടമ്പടി മറന്നു പോകും. പിന്നെ എന്നാ പറ്റുക വെച്ചാൽ ഉടമ്പടി മറന്നു പോയാൽ എന്നാ പറ്റും? പ്രൊട്ടക്ഷൻ പോകും ഉടനെ. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇപ്പോൾ ദൈവം കൂടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഐസയായിൽ നമ്മൾ വായിച്ചത് 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം? ഭയപ്പെടേണ്ടി വരും. മനസ്സിലായില്ലേ? ആ വചനം തിരിച്ചിടുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയല്ല. കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഭയപ്പെടേണ്ടി വരും. ഇവർ വിചാരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞവർ. അപ്പം പിന്നെ ഓരോ രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും എല്ലാം വരിഞ്ഞു കയറി, വഴിയെ പോകണമെല്ലാം വരിഞ്ഞു കയറി വിരുന്ന് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധമുണ്ടായി. പിന്നെ ഭർത്താവിനോട് പറയുന്നത്, പിന്നെ നമുക്കൊന്ന് പോയി, നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ? ഇപ്പം നമ്മൾ ഉടമ്പടിയും ഇല്ല, പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ചു വരണില്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അധികം പറഞ്ഞില്ലേ, ഒരു 3/4 മണിക്കൂർ 3/4 മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി അവർ പറയുകയാണ്. നേഴ്സാണ് ട്രിവാൻഡ്രത്ത്. അതായത് എണ്ണി പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവരെ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ആൻഡ് ത്രോ, ദൈവത്തെ നമ്മൾ കപ്പലണ്ടിയുടെ തൊണ്ടാക്കി മാറ്റും. നമ്മളതിൻ്റെ തൊണ്ട്, അനുഗ്രഹത്തിൻ്റെ കാമ്പെടുത്ത് കഴിച്ചിട്ട് തൊണ്ട് വലിച്ചെറിയണ പോലെ അങ്ങനെ കുറേ നെറുകെട്ട ജാതികളുണ്ട്. നിങ്ങൾക്ക് ഓർഡർ അവറാച്ച പണി വരുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാമല്ലോ, ഇത് ദൈവത്തോടെ കളിക്കണത്. അതായത് ഒരു മിനിമം സത്യസന്ധത പോലും ഇല്ലെങ്കിൽ, ഒരു മിനിമം മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ തേക്കണ പാണ്ടാകും. അപ്പം അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശനി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാ 4:20 അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തെ വളരാൻ നോക്കണം, ശക്തിപ്പെടാൻ നോക്കണം.
കാര്യം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി, അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചൊന്നും അതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ല. റോമ 4:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 4:20. റോമ 4:20. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലോ. ഇപ്പോഴ് ഇവിടെ വന്ന് 10 മിനിറ്റ് പറയണതല്ല, ജനം വാ പൊളിക്കണത് കൃപാസനം മാതാവിൻ്റെ ലൂടെ ഈശോ ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാ പൊളിക്കണത്. എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിരിക്കുന്നത് കാണാം. അതെന്താ? ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മൾ പറയുമ്പോഴേ ചെവിയോരം പറയുമ്പോൾ എന്താ സംഭവിക്കണത്? റോമ 4:20 സംഭവിക്കും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞോളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അപ്പൊ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ്. മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു നിരന്തരമായ വലിയൊരു പാഠ്യപദ്ധതിയാണ്. അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ. കാരണം വിശ്വാസം അങ്ങനെയാണ്. നമുക്കൊരു പഠിക്കണവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം. ഇത് അങ്ങനെയല്ല. വിശ്വാസത്തെ പഠനം പാഠ്യപദ്ധതി വിഷയമാക്കി കഴിഞ്ഞാൽ അതിന് അറ്റും അറുതിയുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകണത്. അത്രയും, അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം